അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല എന്നതിന് ഇമാം സുയൂത്ത് റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ മസാബിഹു ഫീ സ്വലാത്തി തറാവീഹ് എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന 4ാമത്തെ തെളിവ് അന്നൽ ഉലമാ ഇഖ്തലഫു ഫീ അദദിഹ, പണ്ഡിതന്മാർക്കിടയിൽ തറാവീഹിന്റെ എണ്ണത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. വലൗ സബത ദാലിക മിൻ ഫിഅലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തറാവീഹിന്റെ എണ്ണമെങ്ങാനും ദീനിൽ സ്വീകാര്യമായ രൂപത്തിൽ സ്ഥിരപ്പെട്ടിരുന്നെങ്കിൽ ലം യുഖ്തലഫ ഫീഹി, റക്അത്തുകളുടെ എണ്ണത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടാകുമായിരുന്നില്ല. ഏതുപോലെ കാദദിൽ വിത്രി വർ റവാത്തിബി, വിത്ർ നിസ്കാരത്തിന്റെ എണ്ണങ്ങളെ സംബന്ധിച്ചും റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളുടെ എണ്ണത്തിലൊന്നും പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്തതുപോലെ ഫറുബിയ അനിൽ അസ്വദ് ബിൻ യസീദ്, അസ്വദ് ബിൻ യസീദ് റഹിമഹുല്ലാഹിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, കാന യുസല്ലിഹ 40 റക്അത്തൻ ഗൈറുൽ വിത്രി, വിത്ർ അല്ലാതെ 40 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിരുന്നു എന്ന്. മാലിക്കിൻ, ഇമാം മാലിക് റഹിമഹുല്ലാഹിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അത്തറാവീഹ് 36 റക്അത്തൻ, തറാവീഹ് 36 റക്അത്താണ് എന്ന് ഗൈറുൽ വിത്രി, വിത്ർ ഇല്ലാതെ. ലിഖൗലി നാഫി, നാഫി റഹിമഹുല്ലാഹിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതിന് വേണ്ടി അദറഖ്തു നാസ, ജനങ്ങളെ ഞാൻ കണ്ടു, യഖൂമുന റമദാന ബി39 റക്അത്തൻ, ജനങ്ങൾ 39 റക്അത്ത് റമദാൻ നിസ്കരിക്കുന്നതായിട്ട്. യൂത്റൂന മിൻഹ ബി30, അതിൽ 3 എണ്ണം അവർ വിത്റാക്കി നിസ്കരിക്കും. അപ്പോൾ ഇവിടെ റക്അത്തുകളുടെ എണ്ണത്തിൽ പൂർവ്വകാല പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടായി എന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം സ്വീകാര്യ രൂപത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതിന് തെളിവാണ്. കാരണം നമുക്കറിയാം ളുഹർ നിസ്കാരം 4 റക്അത്താണ് എന്നതിൽ ലോകത്ത് ഒരു മുസ്ലിമുകൾക്കിടയിലും തർക്കമില്ല. അതുപോലെ അതിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരങ്ങളുടെ എണ്ണത്തിന്റെ വിഷയത്തിലും തർക്കമില്ല. പെരുന്നാൾ നിസ്കാരത്തിന്റെ റക്അത്തുകൾ 2 എന്നതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ വിഷയത്തിൽ വ്യക്തമായ എണ്ണം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അഫ്ളൽ ഏതാണ് എന്നത് തർക്കിക്കുക എന്നതല്ലാതെ ഈ നിസ്കാരം എത്ര നിസ്കരിക്കണം എന്നതിൽ ഒരു തർക്കം, അഭിപ്രായ ഭിന്നത സമൂഹത്തിനിടയിൽ ഉണ്ടാകുമായിരുന്നില്ല. പ്രത്യേകിച്ച് ഇമാം മാലിക് റഹിമഹുല്ലാഹുവിന്റെയും നാഫി റഹിമഹുല്ലാഹുവിന്റെയും കാലത്ത് ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ റക്അത്തുകളുടെ എണ്ണത്തിൽ 36 ആണെന്നും 39 ആണെന്നും 40 ആണെന്നും ഒക്കെയുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടായത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് 20 റക്അത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാകുന്നു. ഇനി 5ാമത്തെ തെളിവ് അൽ ഖാമിസു അന്നഹ തുസ്തഹബു ലി അഹ്ലിൽ മദീനത്തി 36 റക്അത്തൻ, മദീനക്കാർക്ക് 36 റക്അത്ത് തറാവീഹ് സുന്നത്താണ്. തശ്ബീഹൻ ബി അഹ്ലി മക്ക, അത് മക്കക്കാരോട് സമാനമാകാൻ വേണ്ടിയാണ്. ഐസുഖാനു യത്തൂഫുന ബൈന കുല്ലി തർവിയത്തൈനി തവാഫൻ, ഓരോ 4 റക്അത്തിന്റെയും ഇടയിൽ മക്കക്കാരായ ആളുകൾ തവാഫ് ചെയ്യും. വയസല്ലൂറ റക്അത്തൈഹി, അതിനുശേഷം തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിക്കും. അലാ യത്തൂഫുന ബഅദൽ ഖാമിസത്തി, 5ാമത്തെ തർവീഹിന് ശേഷം 20 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ തവാഫ് ചെയ്യാറില്ല. ഫാറാദ അഹ്ലുൽ മദീനത്തി മുസാവാത്തുഹും, മദീനയിലെ ജനങ്ങൾ മക്കക്കാരോട് കൂലിയിൽ അവർക്ക് സമാനത ലഭിക്കാൻ വേണ്ടി ഫജഅലു മക്കാന കുല്ലി തവാഫിൻ 4 റക്അത്തിൻ, മക്കക്കാർ നിർവഹിക്കുന്ന തവാഫിന് പകരം മദീനക്കാർ 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം കൂട്ടി. ഇവിടെ മക്കക്കാരുടെ തറാവീഹിന് തുല്യമാകാൻ വേണ്ടി മദീനക്കാർ 16 റക്അത്ത് കൂട്ടിയപ്പോൾ അതിനെ സംബന്ധിച്ച് ഇമാം സുയൂത്ത് റഹിമഹുല്ലാഹ് പറയുന്നു, വലൗ സബത അദദുഹാ ബിന്നസ്സി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വ്യക്തമായി ഈ തറാവീഹിന്റെ എണ്ണത്തിൽ ഒരു നിർദ്ദേശം വന്നിരുന്നെങ്കിൽ ലം തജിദ് സിയാദത്തു അലൈഹി, സുന്നത്ത് നിസ്കാരമാണെങ്കിൽ പോലും പെരുന്നാൾ നിസ്കാരത്തിന്റെ എണ്ണം 2നെ 3ആക്കാനോ 4ആക്കാനോ നമുക്ക് പറ്റാത്തതുപോലെ തറാവീഹ് നിസ്കാരവും നബി തങ്ങൾ പഠിപ്പിച്ച റക്അത്തുകളുടെ എണ്ണത്തെക്കാൾ കൂട്ടാൻ നമുക്ക് പറ്റില്ല. കാരണം മക്കക്കാർ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞൊരു പക്ഷേ തവാഫ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ആ തവാഫിന് പകരം 2 റക്അത്ത് നമുക്ക് കൂട്ടാമെന്ന നിലക്ക് മദീനക്കാർ ആരും പെരുന്നാൾ നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം കൂട്ടാത്തതുപോലെ തറാവീഹ് നിസ്കാരത്തിന്റെ എണ്ണത്തിലും കൂട്ടാൻ അവർക്ക് വകുപ്പുണ്ടാകുമായിരുന്നില്ല. ലം തുജിദ് സിയാദത്തു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട എണ്ണത്തെക്കാളും വർദ്ധിപ്പിക്കാൻ അനുവദനീയമായിരുന്നില്ല. വല അഹ്ലുൽ മദീനത്തി വസ്സദ്റുൽ അവ്വൽ, സഹാബികളുടെയും താബീഈങ്ങളുടെയും നാടായ മദീനക്കാരായ ആളുകളും വസ്സദ്റുൽ അവ്വലു, ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരായ സഹാബത്തുൽ കിറാമും താബീഈങ്ങളും കാനു ഔറഅ മിൻ ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ലംഘിക്കാതെ സൂക്ഷിക്കുക, സൂക്ഷ്മത പാലിക്കുക എന്ന വിഷയത്തിൽ മറ്റുള്ളവരെക്കാളൊക്കെ മുന്നിൽ നിൽക്കുന്നവരായിരുന്നു. അപ്പോൾ നബി തങ്ങൾ 20 നിശ്ചയിച്ചിരുന്നത് എങ്കിൽ അതിനേക്കാൾ കൂടുതലാക്കാൻ ഒരിക്കലും ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാന്മാർ തയ്യാറാകുമായിരുന്നില്ല. വമൻ താല കുതുബൽ മദ്ഹബി, മദ്ഹബിന്റെ കിതാബുകൾ മുത്താല ചെയ്ത ആളുകൾ, ഖുസൂസൻ ശറഹൽ മുഅദ്ദബി, ഇമാം നവവി റഹിമഹുല്ലാഹിന്റെ ശറഹുൽ മുഅദ്ദബ്
മുതാല ചെയ്ത ആളുകൾ തറാവീഹ് നിസ്കാരത്തിന്റെ വിഷയങ്ങൾ വിശദീകരിച്ച സ്ഥലത്ത് എന്തൊക്കെയാണ് തറാവീഹ് നിസ്കാരത്തിൽ ഓതേണ്ടത്, അതിന്റെ സമയം എപ്പോഴാണ് എന്നൊക്കെ വിശദീകരിച്ച സ്ഥലത്ത് തറാവീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താണ് എന്ന് വിശദീകരിക്കുകയും സഹാബത്തി വൈമായിയും സഹാബത്തുൽ കിറാമത് ജമാഅത്തായിക്കൊണ്ട് തന്നെ നിർവഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ അവരെല്ലാവരും ഇജ്മാ ആയിട്ടുണ്ട് എന്നൊക്കെ ഇമാം നബവി റഹിമഹുള്ള വിശദീകരിച്ച സ്ഥലത്തെ ആ വിഷയങ്ങളൊക്കെ മുതാല ചെയ്ത വ്യക്തി അലിമ ഇൽമൽ യഖീൻ, അവന് ഉറച്ച വിശ്വാസം ലഭിക്കും. അന്നഹു ലൗ കാന ഫീഹി ഖബറുൻ മർഫൂഉൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് നിസ്കാരം 20 നിസ്കരിച്ചത് എന്ന് സ്വീകാര്യ യോഗ്യമായ ഒരു ഹദീസെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ലഹത്തജ്ജ ബിഹി, ആ ഹദീസ് ഉദ്ധരിച്ച് അത് തെളിവാക്കി പിടിച്ചുകൊണ്ട് ഇമാം നബവി റഹിമഹുല്ല ശറഹുൽ മുഹദ്ദബിൽ തറാവീഹിന്റെ റക്അത്തുകൾ സമർപ്പിക്കുമായിരുന്നു. ഹാദാ ജവാബി ഫീ ദാലിക, ഇതാണ് ഈ തറാവീഹിന്റെ എണ്ണത്തെ സംബന്ധിച്ച് എന്റെ മറുപടി. അല്ലാഹു ആലം.